नमो ओं विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते जयपदाचार्यपदाय गताय कृपपदायिने पूरकदादामदाय नगरग्रामतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം പഠനം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ആദിലീല രണ്ടാമത്തെ ഭാഗം 17ാമത്തെ അധ്യായം മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ. അതിൽ 265 വരെ വായിച്ചു. 266 മുതലാണ് വായിക്കേണ്ടത്. प्रणिदेहवे इहार अपराधक्षय निर्मल हृदय भक्ति कराइव उदय. നമസ്കാരം അർപ്പിക്കുന്നത് അവരെ അപരാധങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മുക്തരാക്കും. അപ്പോൾ എന്റെ കാരുണ്യത്താൽ അവരുടെ നിർമ്മല ഹൃദയങ്ങളിൽ ഭക്തി ഉദയമാകും. ഭാവാർത്ഥം: വേദശാസ്ത്രം അനുസരിച്ച് ഒരു ബ്രാഹ്മണന് മാത്രമേ സന്യാസം നൽകുകയുള്ളൂ. ശങ്കര സമ്പ്രദായം, അതായത് ഏകദണ്ഡ സന്യാസ സമ്പ്രദായം, ജാതി ബ്രാഹ്മണർ അഥവാ ജന്മം കൊണ്ട് ബ്രാഹ്മണായവർക്ക് മാത്രമേ സന്യാസം നൽകുകയുള്ളൂ. പക്ഷെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കാത്ത ഒരുവൻ പോലും ഹരിഭക്തി വിലാസത്തിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, അതായത് തഥാ ദീക്ഷാ വിധാനേന ദ്വിജത്വം ജായതേ നൃണാം, ബ്രാഹ്മണനാകാം. അതായത് ബ്രാഹ്മണ കുടുംബത്തില് ജനിക്കാത്ത ഒരുവന് പോലും ഹരിഭക്തി വിലാസത്തില് നിർദ്ദേശമനുസരിച്ച് ബ്രാഹ്മണനാകാം. ലോകത്തിലെ ഏത് ഭാഗത്തുമുള്ള ഏതൊരുവനെയും ദീക്ഷാവിധി അനുസരിച്ച് ബ്രാഹ്മണനാക്കാം. അവൻ ലഹരി പദാർത്ഥങ്ങളും അവിഹിത ലൈംഗിക ചൂതാട്ടം മാംസഭക്ഷണം വർജിക്കുന്ന തത്വം പാലിച്ച് ബ്രാഹ്മണീയ സദാചാരം പിന്തുടരുമ്പോൾ അവൻ സന്യാസം നൽകപ്പെടും. കൃഷ്ണാബോധ സമിതിയിലെ എല്ലാ സന്യാസിമാർക്കും ലോകത്തെമ്പാടും പ്രചാരം നടത്തുന്നവർ ഔദ്യോഗിക അംഗീകാരമുള്ള ബ്രാഹ്മണ സന്യാസിമാരാണ്. അതിനാൽ അവർക്ക് ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിന് ജാതി ബ്രാഹ്മണർ എന്ന് പറയപ്പെടുന്ന എതിർക്കരുത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ശുപാർശ ചെയ്തിട്ടുള്ളതുപോലെ അവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോൾ തങ്ങളുടെ അപരാധങ്ങൾ ഇല്ലാതാവുകയും അത്യുത സേവനമാക്കുന്ന തങ്ങളുടെ സ്വാഭാവിക സ്ഥിതിയിലേക്ക് സ്വയമേവ ഉണരുകയും ചെയ്യും. നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധ്യ കപുനയ, പരിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ കൃഷ്ണപ്രേമം ഉണർത്താൻ കഴിയും. സന്യാസിമാർക്ക്, പ്രധാനമായും വൈഷ്ണവ സന്യാസിമാർക്ക് എത്രയധികം നമസ്കാരങ്ങൾ അർപ്പിക്കുന്നുവോ അത്രയധികം നമ്മുടെ അപരാധങ്ങൾ ക്ഷയിക്കുകയും ഹൃദയങ്ങൾ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യും. പവിത്രീകരിക്കപ്പെട്ട ഹൃദയത്തിൽ മാത്രമേ കൃഷ്ണപ്രേമം ഉണരുകയുള്ളൂ. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായത്തിന്റെ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ പ്രക്രിയ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ മുൻ ശ്ലോകത്തില് എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കാൻ നിർബന്ധിതനായത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കേട്ടത്. കാരണം സന്യാസിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ സന്യാസിയെ കണ്ട് നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് അന്ന് ഒരു ദിവസം ഉപവാസം ഇരിക്കണം. അപ്പൊ അത് മായാവാദിയാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്പ്രദായത്തിലെ സന്യാസിയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സന്യാസിയാണോ അവരെ നമ്മൾ നമസ്കരിച്ചിരിക്കണം. ഇപ്പൊ നമസ്കരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഹൃദയം ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ അപരാധങ്ങൾ ക്ഷയിക്കുകയും ചെയ്യും. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ ബഹുമാനിക്കാതെ ഇരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, കളിയാക്കിയ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തു കഴിഞ്ഞാൽ അവര് നമസ്കരിക്കുകയും നിന്ദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യും.
അപ്പോ അത് മുഖാന്തരം അവിടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും കൃഷ്ണഭക്തി അവർക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം. ഇപ്പോ 267 ലോകത്തിലെ ഏഴ് സഭ പാഷാണ്ഡീര തബേ ഹൈബേ നിസ്താര ആരക്കൊന ഉപായനഹി ഏയി യുക്തി സാര. ഈ ലോകത്തിലെ വിശ്വസഹിതനായ പാഷാണ്ടികളെല്ലാം ഈ പ്രക്രിയയിലൂടെ മോചിപ്പിക്കാൻ കഴിയും. മറ്റൊരു മാർഗവുമില്ല. യുക്തിയുടെ സാരം ഇതാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു എല്ലാ പണ്ഡിതന്മാരെയും മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം. ഏതിട യുക്തിക്കരി പ്രഭു വാച്ചേ കരേ കേശവ ഭാരതി ആയില നദിയാ നാക്കരേ. ഈ ദൃഢനിശ്ചയം എടുത്തതിന് ശേഷം മഹാപ്രഭു ഭവനത്തിൽ തുടർന്നു. ഇതിനിടയിൽ കേശവഭാരതി നദിയാ നഗരത്തിൽ വന്നു. പ്രഭു തന്റെ നമസ്കരി കൈല നിമന്ത്രണ ഭിക്ഷാക്കരയില തന്റെ കൈല നിവേദനം. അപ്പൊ ആ സമയത്താണ് കേശവഭാരതി നദിയാ ഗ്രാമത്തിൽ വരുന്നതും മഹാപ്രഭു കേശവഭാരതിയെ നമസ്കരിക്കുകയും തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവിടുന്ന് അദ്ദേഹത്തിന് സമൃദ്ധമായ ഭക്ഷണം നൽകിയതിനു ശേഷം തന്റെ നിവേദനം സമർപ്പിച്ചു. ഇപ്പോ വൈദിക സമ്പ്രദായം അനുസരിച്ച് അജ്ഞാതനായ ഒരു സന്യാസി ഒരു ഗ്രാമത്തിലോ പട്ടണത്തിലോ വന്നാൽ ആരെങ്കിലും അദ്ദേഹത്തെ പ്രസാദം കഴിക്കാൻ തന്റെ ഗൃഹത്തിലേക്ക് നിർബന്ധമായും ക്ഷണിക്കണം. സന്യാസിമാർ സാധാരണയായി ബ്രാഹ്മണ ഗൃഹത്തിൽ നിന്നാണ് ഭക്ഷണം സ്വീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണർ നാരായണ വിഗ്രഹത്തെ അല്ലെങ്കിൽ ശാലഗ്രാമശിലെ പൂജിക്കുന്നതിനാൽ അവിടെ സന്യാസിമാർക്ക് സ്വീകരിക്കാവുന്ന ഭക്ഷണം ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് കാരണം. അല്ലാതെ ഉയർന്ന ജാതി ആയതുകൊണ്ട് അല്ലെങ്കിൽ വിവേചനമല്ല. കേശവഭാരതി ചൈതന്യ മഹാപ്രഭുവിന്റെ ക്ഷണം സ്വീകരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും സന്യാസം സ്വീകരിക്കണമെന്ന് തന്റെ ആഗ്രഹം വിശദമാക്കാൻ പ്രഭുവിന് നല്ലൊരു അവസരം ലഭിച്ചു. തുമീത ഈശ്വരവട സാക്ഷാത് നാരായണ കൃപാകരി കരമര സംസാരമോചന. അങ്ങ് സാക്ഷാൽ നാരായണനാണ്. അതിനാൽ ദയവായി എന്നിൽ കരുണ കാട്ടിയാലും എന്നെ ഈ സംസാര ചക്രത്തിൽ നിന്നും മോചിപ്പിച്ചാലും. ഭാരതി കഹേന തുമി ഈശ്വര അന്തരാമി ഏകരായ ശേഷ കരിവ സ്വതന്ത്ര നഹി അമീൻ. കേശവഭാരതി മഹാപ്രഭുവിനോട് പറഞ്ഞു, പരമപുരുഷനായ അങ്ങ് അന്തരാമിയായ പരമാത്മാവാകും. അങ്ങ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെന്തും ഞാൻ ചെയ്യണം. ഞാൻ അങ്ങയിൽ നിന്ന് സ്വതന്ത്രനല്ല. ഏതബലി ഭാരതി ഗോസ്മി കാടായ ദഗേല മഹാപ്രഭുതാഹായായി സന്യാസ കരിലഹ. ഇപ്രകാരം പറഞ്ഞതിന് ശേഷം കേശവ തന്റെ ഗ്രാമമായ കടയിലേക്ക് തിരിച്ചുപോയി. ചൈതന്യ മഹാപ്രഭു അവിടെ പോയി സന്യാസം സ്വീകരിച്ചു. അപ്പൊ അങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു കേശവഭാരതിയിൽ നിന്ന് സന്യാസം സ്വീകരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രഭുപാദ് പറയുന്നത് ഗസൻ അല്ലെങ്കിൽ അദ്ദേഹം സന്യാസിമാരെ സ്വീകരിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് നമ്മുടെ വൈദിക സമ്പ്രദായം അനുസരിച്ചുള്ള ഒരു ആചാരം. എന്തുകൊണ്ടാണ് ബ്രാഹ്മണരുടെ വീട്ടിൽ നിന്ന് മാത്രം സന്യാസിമാരല്ല ഭക്ഷണം സ്വീകരിക്കുന്നതിനുള്ള കാരണം പ്രഭുപാദ് പറയുന്നുണ്ട്. കാരണം അവര് ഗ്രാമം ശില പൂജിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിവേദ്യം ഉണ്ടാവും. അപ്പൊ ആ നിവേദ്യം സന്യാസിക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളിവിടെ ശുദ്ധഭക്തിയിൽ ഒരു കഥ കേട്ടിരിക്കും. അതായത് ഒരിക്കല് ഒരു ചണ്ടാലൻ, അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാല് ശവപ്പറമ്പിലാണ്. മൃതദേഹങ്ങളെ ദഹിപ്പിക്കലാണ് അദ്ദേഹത്തിന്റെ ജോലി. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം, ഇദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് സന്തതികളില്ല.
അപ്പൊ അദ്ദേഹം പോയി ഒരു സന്യാസിയോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ഇതിനൊരു പരിഹാരം? അപ്പൊ സന്യാസി പറയും, അപ്പൊ ഇദ്ദേഹം കാശിയിൽ പോകുന്ന വഴിയാണ്, കാശിയില് പോകുന്ന വഴിയാണ് ഇദ്ദേഹത്തിന്റെ താമസം, ഇദ്ദേഹത്തിന്റെ ജോലിയും അവിടെയാണ്. അപ്പൊ എത്രയോ ആൾക്കാർ പോകുന്നത് അതുവഴിയാണ് പോകുന്നത്. അപ്പൊ ഈ സന്യാസി പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യാം, ഒരു ബ്രാഹ്മണന് ഒരു കുട, ചെരുപ്പ്, വിശറി, ഈ 3 കാര്യങ്ങള് അപ്പോ സന്തതി. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു സംശയം, കാരണം ഞാൻ കാരണം ബ്രാഹ്മണർ ചെയ്യാൻ. അപ്പൊ അദ്ദേഹം അതായത് കുട, ചെരുപ്പ്, വിശറി, ഇത് 3 എടുത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെക്കുന്നു. എന്നിട്ട് അവിടെ ഒരു ബോർഡ് അടിച്ചു, ആവശ്യക്കാർ എടുത്തുകൊള്ളുക. ആവശ്യമുള്ളവർക്ക്. അപ്പൊ അത് കടന്നുപോയ ഒരു കാശിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണൻ 3 കാര്യങ്ങൾ എടുത്തു. കാശിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അദ്ദേഹം മരിച്ചു. അപ്പൊ ആ ബ്രാഹ്മണനാണ് പിന്നീട് ഈ ചണ്ടാലെ മകനായിട്ട് പറഞ്ഞത്. പക്ഷെ മകനായി പറഞ്ഞെങ്കിൽ അതും ഊമയായി, 16 വയസ്സ് വരെ ആരോടും സംസാരിച്ചില്ല, ഊമയിൽ തന്നെ വളർന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ നഗരത്തില് കള്ളന്മാരുടെ ശല്യമുണ്ടെന്നും രാജാവ് അതറിഞ്ഞു. രാജാവ് ഇട്ടു. അതായത് എല്ലാ പ്രജകളും ചേർന്ന് രാത്രി, അത് 4 യാമങ്ങളിൽ പെരുമ്പറ കൊട്ടുക. ഓരോരുത്തർക്കും ഓരോ ദിവസം ഊഴമായി. അപ്പൊ ഒരു ദിവസം ഈ ചണ്ടാലന്റെ ഊഴം വന്നപ്പോ ഇദ്ദേഹത്തിന്റെ മകനെ ഇദ്ദേഹത്തിന് വേറെ പോകേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇതിന്റെ ഊഴയായ മകനെ ചെയ്തു. അതിനോട് ഇത് പെരുമാറാൻ അദ്ദേഹം പഠിച്ചു, അമ്മയുടെ സാധനങ്ങൾ വാങ്ങിച്ചു. അദ്ദേഹം പെരുമ്പറ കൊട്ടുന്നു. പെരുമ്പറ കൊട്ടി നിർത്തി അദ്ദേഹം സംസ്കൃത ശ്ലോകം പറഞ്ഞു. എന്താണ്? കാമക്രോധശ ലോകശ ദേന്തി തസ്കര ജ്ഞാന ജാഗ്രത. പക്ഷെ നിങ്ങൾ വായിച്ചിരിക്കും. ഞാനിത് പറയാൻ കാരണം സന്യാസിയെ സേവിക്കുന്ന ബ്രഹ്മ സേവിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്ത് പറയുന്നതിൻ്റെയാണ്. അപ്പോ എന്നിട്ട് ഇദ്ദേഹം 2ാമത്തെ യാമത്തിൽ വീണ്ടും ഒരു ശ്ലോകം പറഞ്ഞു. ജന്മദുഃഖം ജാതം ജായ ദുഃഖം പുനഃ പുനഃ സംസാര സാര ദുഃഖം തസ്മാ ജാഗ്രത. വീണ്ടും 3ാമത്തെ യാമത്തിൽ 4 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3ാമത്തെ യാമത്തിൽ ഈ വീണ്ടും ഈ ബ്രാഹ്മണൻ പറഞ്ഞു, മാതാനാസ്തി പിതാനാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി തസ്മാ ജാഗ്രത ജാഗ്രത. 4ാമത്തെ യാമത്തിൽ ഇദ്ദേഹം 4ാമത്തെ സംസ്കൃത ശ്ലോകം പറഞ്ഞു. ആയസപദേലോ കർമ്മണ ചിന്തയ ആയുക്ഷണം നദി തസ്മാ ജാഗ്രത ജാഗ്രത. അപ്പൊ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാവ് ഉൾപ്പെടെ ഇത് കേട്ടു. രാജാവിന് അത്ഭുതമായി. ഇത് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം ഇദ്ദേഹം മനസ്സിലായില്ല, രാജാവിന് മനസ്സിലായില്ല. അപ്പൊ ഇദ്ദേഹം അടുത്ത ദിവസം 2 പേരെയും, അച്ഛനെയും മകനെയും തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ഇത് പറഞ്ഞു, അങ്ങയുടെ മകൻ ഈ ഊമയായിട്ടുള്ള അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്, എനിക്ക് വിശദീകരിച്ച് തരിക എന്ന് പറഞ്ഞു. അപ്പോ
അച്ഛൻ പറഞ്ഞു ഇദ്ദേഹം ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല, ഊമയായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കേട്ടു ഇദ്ദേഹം ഊമയായിട്ട് ജനിച്ച് പണ്ട് കാശിയിൽ യാത്ര ചെയ്ത് ഇതിൽ നിന്ന് ദാനം വാങ്ങിച്ച് യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ മരിച്ച ബ്രാഹ്മണനാണ്. അപ്പോ ഇദ്ദേഹം അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അതായത് ഓരോന്നിന്റെയും അർത്ഥം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതായത് കാമക്രോധസ്സ ലോകശ ദേഹേ തിഷ്ഠന്തി തസ്കര. അതായത് ഈ ശരീരത്തിൽ അമൂല്യമായ ഒരു ജ്ഞാനരത്നമുണ്ട്. അതിനെ കവർന്നെടുക്കാൻ 3 മോഷ്ടാക്കൾ ഉള്ളിലുണ്ട് എന്ന് പറയും. അതാണ് കാമക്രോധശ ലോകശ. കാമം, ക്രോധം, ലോകം അതിനുള്ളിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജാഗ്രത. തസ്മാത് ജാഗ്രത, ജാഗ്രതയായിരിക്കുന്നത്. രണ്ടാമത്തെ ഇതിൽ പറയുന്നത് ജന്മദുഃഖം, ജരാദുഃഖം, ജായദുഃഖം, പുനഃ സംസാരസാഗര ദുഃഖം, തസ്മാത് ജാഗ്രത. അതായത് ജനനം ഒരു ദുഃഖമാണ്. അതുപോലെ വൃത്താവസ്ഥ, അതിലേറെ ദുഃഖം. യൗവനകാലത്തിൽ പരസ്പര ആകർഷണം, ശ്രീപുരുഷാകർഷണം. അപ്പൊ അത് ഉണ്ടാകുന്ന മോഹഭംഗങ്ങൾ നടക്കാതെ വരുമ്പോൾ മോഹഭംഗം ഉണ്ടാകും. അതും ഒരു ദുഃഖമാണ്. അപ്പോ സംസാരത്തിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ദുഃഖം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ജരാദുഃഖം, ജായ ദുഃഖം, ജന്മദുഃഖം, ജരാദുഃഖം, ജായ ദുഃഖം, പുനഃ വീണ്ടും വീണ്ടും ദുഃഖം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്? മാതാ നാസ്തി പിതാ നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി നാസ്തി തസ്മാ ജാഗ്രത. അത് അമ്മ, സഹോദരൻ, ബന്ധുക്കൾ, സ്വന്തമെന്ന് കരുതുന്ന ധനം, വീട് എന്നിവയൊന്നും നമുക്ക് സ്വന്തമല്ല. അതാണ് അർത്ഥം നാസ്തി. മാതാ നാസ്തി പിതാ നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി. സ്വന്തമായി കരുതുന്ന ധനം, വീട്, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രത. പറയാം. നാലാമത്തെ ശ്ലോകം ആയസ ലോകത്തില് എല്ലാവരും കർമ്മഫലങ്ങളിൽ ആസക്തിയുണ്ട്. അതായത് കർമ്മഫല ആസക്തിയോടെ നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷെ നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. ഒരു നിമിഷം ആയുസ് ആയുക്ഷണം ജാനാതി. പക്ഷെ അത് നമ്മള് അറിയുന്നില്ല. പൂന്താനം പറയുന്ന പോലെ ഇനി കുറയുന്നത് ആയുസ് വണ്ടി കയറുന്നത് മോഹം. ആഗ്രഹക്കൊരു പരിധിയില്ല, പക്ഷെ ആയുസ് കുറഞ്ഞു. അപ്പൊ ഇത് കേട്ട് രാജ വളരെ സന്തോഷമായി. അദ്ദേഹം സിംഹാസനം വിട്ട് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ ആശിച്ചു, കാൽ തൊട്ട് വന്ദിച്ചു. അദ്ദേഹത്തെ ഈ രാജാവിന് മനസ്സിലായി. അതിനുശേഷം ഇവിടെ ഇതിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാഗ്രതയായി. കാമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഉള്ളിലുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള ക്രോധമോ മോഹങ്ങള് നമ്മുടെ ശത്രുവാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ മോഷ്ടാക്കൾ. അപ്പൊ അതവിടെ സന്യാസിയുടെ സേവനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബ്രാഹ്മണരെ സേവിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്തിട്ടുണ്ട്. സന്യാസിമാര് ബ്രാഹ്മണരുടെ വീട്ടിലാണ് പോയി ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ സാധാരണ ജനങ്ങളും ബ്രാഹ്മണരെ സേവിക്കണം. അപ്പൊ ബ്രാഹ്മണന്റെ അനുഗ്രഹമാണ് അതിനൊരു പുത്രൻ ഉണ്ടായത്. ഇവിടെ സന്യാസി നമിരിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഫലം നമ്മുടെ ഹൃദയമുള്ള മാലിന്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടും. അതായത് കാമക്രോധ മോഹങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി കിട്ടും. അപ്പൊ അങ്ങനെ ഹൃദയം ശുദ്ധീകരിച്ചാൽ മാത്രമേ കൃഷ്ണപ്രേമം ഉണരുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചത്. കാരണം ഇതാണ്.
സംഖ്യാനന്ദേ ചന്ദ്രശേഖരേ ആചാര്യ മുകുന്ദദത്തായേതിന കൈലാസർവകാര്യ. ഇതിന്റെ ഭാവാർത്ഥം വായിച്ചു. അതായത് ക്ഷേത്രമാകുന്ന 24 വയസ്സിൽ അമൃത്തിൽ വെളുത്തപക്ഷ നവിട്ട് നദിയാരഘട്ടം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഗംഗാ നദി കുറിയനും അവിടുന്ന് ഖണ്ഡത്തിൽ അഥവാ ഘാടോദയത്തിൽ, അതായത് ഖട്വ എന്നറിയപ്പെടുന്ന സ്ഥലം എത്തിച്ചേരുകയും അവിടെ വെച്ച് ശങ്കര സമ്പ്രദായ പ്രകാരം ഏകദണ്ഡ സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഖട്വ എന്ന് പറയുന്ന സ്ഥലത്താണ് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നത്. ശങ്കര സമ്പ്രദായത്തിൽപ്പെട്ട കേശവത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു ത്രിദണ്ഡിധാരികളായ സന്യാസിമാരുടെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ദീക്ഷ നൽകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ചൈതന്യ മഹാപ്രഭു സന്യാസ ചടങ്ങുകൾക്ക് ചന്ദ്രശേഖര ആചാര്യൻ സഹായിയായി. ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞ അനുസരിച്ച് ആ ദിവസം മുഴുവനും കീർത്തനം നിർവഹിക്കപ്പെട്ടു. ഗീതാന്ത്യത്തിൽ ഭഗവാൻ ശിരോമുണ്ഡനം നടത്തുകയും ചെയ്തു. ആ ദിവസം മുതൽ ഭഗവാന്റെ നാമം ചൈതന്യൻ എന്നായി. അതിന് മുമ്പ് വിശ്വംഭരൻ എന്നായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ മുടി ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് നിമായി പണ്ഡിതൻ എന്നാണ് അറിയപ്പെടുന്നത്. സന്യാസം സ്വീകരിച്ച് മഹാപ്രഭു ഗംഗാ നദി ദൃശ്യമാകാത്ത മേഖലയായ രാധദേശത്ത് മുഴുവൻ സഞ്ചരിച്ചു. കേശവഭാരതി കുറെ ദൂരം വരെ അവിടെ നിന്ന് അനുഗമിച്ചു. സംഖ്യേ നിത്യാനന്ദ ചന്ദ്രശേഖരാചാര്യ മുകുന്ദദത്ത ഏതിന കൈലാസ സർവകാര്യ. ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ അവിടത്തോടൊപ്പം 3 പേരുണ്ടായിരുന്നു. ആ 3 പേരുടെ പേരാണ് ഇവിടെ പറയുന്നത്. 1 നിത്യാനന്ദ പ്രഭു, 2 ചന്ദ്രശേഖര ആചാര്യൻ, 3 മുകുന്ദദത്തൻ. 3 പേരുമായിരുന്നു സാക്ഷി. ആദിലീലാര കൈലാസൂത്രഗണന വിസ്താരി വർണ്ണില ഇഹദാസാവധാവന. ഇപ്രകാരം ഞാൻ ആദിലീല സംഭരിച്ചു. വൃന്ദാവൻദാസ് ഠാക്കൂർ അദ്ദേഹത്തിന്റെ ചൈതന്യഭാവത്തിൽ ഇവയെല്ലാം വിപുലമായി വിവരിച്ചിട്ടുണ്ട്. യശോദനന്ദന ഹൈലാസ ചീരനന്ദന ചതുവിധ ഭക്തഭാവാക്കരെ ആസ്വാദന. യശോദപുത്രനെ അവതരിച്ച അതേ ഭഗവാൻ ഇപ്പോൾ സച്ചിദേവിയുടെ പുത്രനെ അവതരിച്ച് 4 വിധത്തിലുള്ള ഭക്തിഭാവങ്ങൾ ആസ്വദിക്കുന്നു. ഏതൊക്കെയാ 4 ഭാവത്തില്? ഭാവാർത്ഥത്തിൽ പുറവാരി പറയും ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം എന്നിവയാണ് 4 വിധത്തിലുള്ള ഭക്തിരസങ്ങളുടെ. ശാന്തരസത്തിൽ പ്രവർത്തനങ്ങളില്ല. ശാന്തരസത്തിന് മുകളിലാണ് ദാസ്യം, സൗഹൃദം, രക്ഷകർത്താ വാത്സല്യം, യുഗളപ്രേമം. ഈ 4ഉം ഭക്തിയുത സേവനത്തിന്റെ ഉയർന്ന തലത്തിലുള്ള ക്രമാനുഗതമായ വളർച്ചയെ പ്രതികരിക്കുന്നു. ഈ 4 രസങ്ങളിൽ ഇവിടെ നമ്മൾ 5 രസങ്ങളെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. 4 രസം ഇവിടെ പറയുന്നത്. അതില് ശാന്തരസം ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അപ്പൊ ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം ഇതിനോട്ടാണ്. അപ്പൊ ഇതില് പ്രഭുപാദൻ പറയുന്നത് ശാന്തത്തിന് മുകളിലാണ്, ഇതിന് മുകളിലാണ് ഈ ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം എന്നിവ വരുന്നത്. ഇത് നമ്മുടെ ക്രമാനുഗതമായ ഭാഷയെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നു. സ്വമാധുര്യ രാധ പ്രേമരസാഭാവ അംഗീ കരിയാഴ്ച പാലാമതേ. ശ്രീമതി രാധയ്ക്ക് കൃഷ്ണനുമായ ബന്ധത്തെ കൃഷ്ണ ആനന്ദസംഭരണി മനസ്സിലാക്കാൻ കൃഷ്ണൻ സ്വയം ചൈതന്യമായി രാധാരപ്പം രാധാറാണിന്റെ ഭാവമാണ്. അതാണ് വിരഹ ദുഃഖത്തിലാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാനെ സേവനം ചെയ്തു. എന്നുവെച്ചാൽ രാധാറാണിന്റെ ഭാവമായി. ഇത് സംബന്ധിച്ച് ഭക്തി സിദ്ധാന്ത ഠാക്കൂർ തന്റെ അനുഭാഷത്തിൽ എഴുതുന്നു. ഗൗരസുന്ദരൻ ശ്രീമതി രാധായുടെ മനോഭാവത്തോട് കൂടിയ കൃഷ്ണൻ തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു ഒരിക്കലും ഗോപികമായിട്ട് മനോഭാവം സ്വീകരിച്ചിരുന്നില്ല. അവിടെ കൃഷ്ണനാൽ ഭരിക്കപ്പെടുന്നവരായി എല്ലായ്പ്പോഴും, അല്ലാതെ സ്വന്തം ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പൊതുവെ ചെയ്യുന്നത് പോലെ ഒരു സാമാന്യ സ്ത്രീയോടൊത്തുള്ള ദാമ്പത്യം വിഷയലംബടന്റെ അവസ്ഥയിലായിരുന്നില്ല. സഹജീയ സമ്പ്രദായത്തിലെ ആളുകളുള്ള
കാമാസക്തരായ ഉപാധികൾ സ്ത്രീകളുടെ പിന്നാലെ പരമാണ്, അന്യയുടെ പത്നിമാരുടെ പുറകെ പോലും. എന്നിട്ടും അവരുടെ കാമാസക്തമായ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ ആയിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സ്വരൂപദാമോദരനോടും വൃന്ദാവൻദാസ് ഠാക്കൂറും അപരാധമായിരുന്നു. ശ്രീധര ഭാഗവതം ആദിഖണ്ഡം 16 5 അധ്യായത്തിൽ ഇങ്ങനെ പ്രകടിച്ചിരിക്കുന്നു. സഭേ പരസീ പ്രതിരായി പ്രകാശ സ്ത്രീദേഹി ദൂരേ പ്രഭു ഹൈരേഖപാശ. ഇപ്പോ നമുക്കറിയാം, എനിക്ക് തടസ്സമായിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് കാമം. ഇപ്പോ സന്യാസിമാരുൾപ്പെടെ അതിന് അടിമപ്പെട്ടു പോകുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അന്യമാരുടെ പുറകെ പോകുന്നു. കാമാസക്തമായ ഉത്തരവാദിത്വം ചൈതന്യ മഹാപ്രഭുവിനാൽ ആരോഗ്യപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവര് അപരാധം ചെയ്യുകയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും പത്നിമാരെ പറയുക പോലും ചെയ്തിരുന്നില്ല. സ്ത്രീയെ കണ്ടാലും അവിടെ സംസാരിക്കാതെ അവർ കടന്നു പോകാൻ ആവശ്യമായ സ്ഥലം നൽകി ഒഴിഞ്ഞു മാറുമായിരുന്നു. ഇതൊക്കെയാണ് സന്യാസിമാര് പാലിക്കേണ്ട നിയമങ്ങൾ. ഇപ്പോ സ്ത്രീ ഭക്തകളും സംസാരിക്കുമ്പോൾ, സ്ത്രീകളോട് സന്യാസിമാരോട് ഇടപഴകുമ്പോഴും അറ്റൻസ് കീപ്പ് ചെയ്യണം. സ്ത്രീകളുടെ സഹവാസത്തിൽ കാരുണ്യത്തിൽ അദ്ദേഹം അത്യന്തം കാർക്കശ്യം പാലിച്ചിരുന്നു. സഹജീയർ സ്ത്രീകളുമായുള്ള കാമവരമായിട്ടും അവർ ചൈതന്യ മഹാപ്രഭുനായികളായി അഭിനയിക്കുന്നു. ചൈതന്യ ഭഗവാൻ യൗവനത്തിൽ എല്ലാവരുമായി സമീപിക്കുന്നു. എങ്കിലും അവിടുന്ന് ഒരു സ്ത്രീയോട് പോലും തമാശ പറഞ്ഞിട്ടില്ല. ഈ അവതാരത്തിൽ അവിടുന്ന് സ്ത്രീകളെ സംസാരിച്ചിട്ടില്ല. ഗൗരംഗനാഗരി സംഘം ദാസ് ഠാക്കൂറിനോട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഗൗരംഗനാഗരി എന്ന് പറഞ്ഞൊരു അപസമ്പ്രദായമുണ്ട്. ചെയ്യാറുണ്ട്. അതാണ് പ്രഭുപാദരുടെ അടുത്ത് പറയുന്നത്. ആർക്കും ചൈതന്യ മഹാപ്രഭു ദൈവത്തിലുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കാമെങ്കിലും ഒരുവൻ അവിടുന്ന് ഗൗരംഗ ഒഴിവാക്കണം. ചൈതന്യ മഹാപ്രഭു വ്യക്തിപരമായ പെരുമാറ്റവും പ്രയാസങ്ങളെ പൂർണ്ണമായി നിശ്ചയിക്കുന്നു. അതുകൊണ്ട് ആചാര്യമായ ഒരു പരമ്പര ആചാര്യന്റെ നിർദ്ദേശം വളരെ നമ്മളും അബദ്ധസമുദായത്തെ ചെയ്യേണ്ടി വരും. ഗോപീഭാവയാദേ ഭൂതായേകാന്തം പ്രചേന്ദ്രേന ശ്രീകൃഷ്ണനെ ഞങ്ങളുടെ കാമുകനെ സ്വീകരിച്ച് ഗോപിമാരുടെ മനോഭാവം ചൈതന്യമാപ്രഭു സ്വീകരിച്ചു. ചൈതന്യമാപ്രഭു ഗോപികുമാരുടെ മനോഭാവമായിരുന്നു ധരിച്ചത്. ഗോപിഭാവേരെ സുദൃഢ നിശ്ചയ ബ്രജേന്ദ്രനന്ദനാവിന അന്യഹായ. ഗോപികുമാരുടെ അതീന്ദ്രിയ പ്രേമഭാവം കൃഷ്ണ മുമ്പിൽ മാത്രമേ സാധ്യമാകുള്ളൂ, മുന്നിൽ സാധ്യമാകില്ലെന്ന് നിർണയിച്ചിരിക്കുന്നു. ശ്യാമസുന്ദര ശ്യാമവർണ്ണനായ ഭഗവാൻ ശിരസിൽ മൈപ്പീലിയും കണ്ടത്തിൽ ഉച്ചമാലയും ധരിച്ച് ഒരു ഗോപബാലന്റെ വേഷത്തിൽ അവിടെ എന്റെ പുല്ലാൽ അതരത്തോട് ചേർന്നിരിക്കുന്നു. ഇഫാടി കൃഷ്ണയാദി ഹയാന്യാകാര യഥാർത്ഥ ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും സാമീപ്യത്തിന് ഗോപികുമാരിൽ പ്രഭാവം ജയിക്കാൻ കഴിയില്ല. ഗോപീനാം ദന്തയുഷോ പാവസ്യ പ്രക്രിയാം ആവിഷ്കുർവതി വൈശ്വീം അഭിതനം വിഷ്ണു ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനുള്ള നാരായണനായി സ്വയം പ്രത്യക്ഷപ്പെട്ടു. ഈ ശ്രേഷ്ഠ രൂപം കണ്ട ഗോപികമാരുടെ
പുത്രൻ എന്ന ഭഗവാൻ കൃഷ്ണന്റെ യഥാർത്ഥ രൂപത്തിൽ അടിയുറച്ച ഗോപികമാരുടെ അതീന്ദ്രിയമാരെങ്കിൽ ഒരു അവിജ്ഞനായ പണ്ഡിതനും പോലും മനസ്സിലാക്കാൻ കഴിയില്ല. കൃഷ്ണനോട് ലൗകികമാരുടെ വിസ്മയകര പരമരസമാണ് ആധ്യാത്മികത്തിലെ ഏറ്റവും മഹത്തായ മൂലത. ശ്രീരൂപത്തിലെ ഇത് സമയത്തുണ്ടായ ഇവിടെ പറയുന്നത്. രാശിയിൽ നടത്തുന്നപ്പോൾ കൃഷ്ണനെ പെട്ടെന്ന് അപ്രത്യക്ഷനായി രാധത്ത് തനി കഴിയാൻ തോന്നിപ്പിച്ചു. പക്ഷെ കൃഷ്ണൻ ഏകമായ കുട്ടാട്ടിൽ ശ്രീമതി രാധയുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവിടുന്ന് രാധയെ അശിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗോപികമാരുടെ സേനാവ്യൂഹം അവിടെ വന്നെത്തി. ഇപ്പോ നോക്കൂ, കൃഷ്ണനെ വളരെ കണ്ട ഗോപികമാർ കുറ്റിക്കാട്ടിലുള്ള മഹാരാജന്റെ പുത്രനെ കൃഷ്ണനിരിക്കും. അപ്പൊ അവര് കൃഷ്ണ ഒളിഞ്ഞിട്ടും അവര് കണ്ടുപിടിക്കുന്നുള്ളതാണ്. വസകാലേ രാത്രിയിലെ കൈലാസംഗേത കരീരാധാസ്നേ നിഹൃത്യഹൂവസീതേകേ രാധാരട അന്വേഷിതായില്ലാത്തഹാൻ വികാരഭട്ടാടാം ദുരഹൈത കൃഷ്ണേദൈ ബലേ ഗണ ഇവിടെ കൃഷ്ണൻ കുറെ ദൂരെ നിന്നപ്പോ ഗോപികമാർ ഗോപിഗണാദേവി കൃഷ്ണേര ഹൈല സാധുസ ഗോപിഗണത്തെ കണ്ട കൃഷ്ണൻ വികാരശുദ്ധനായി സ്വയം ഒളിക്കാൻ കഴിയാതെ അവിടുന്ന് ഭയം മൂലം നിശ്ചലമായി തീർന്നു. കൃഷ്ണൻ തന്റെ ചതുർഭുജ നാരായണ രൂപം എടുത്തു. ഇപ്പോ ഗോപികുമാർ കണ്ടുപിടിച്ച ശേഷം പിന്നെ ചതുർഭുജ നാരായണ രൂപം എടുത്ത് അപ്പോൾ അടു വന്ന ഗോപിമാർ ഭഗവാൻ അത് വലിയ വ്യത്യാസമില്ല. അത് ഭഗവാൻ നാരായണനാണല്ലോ എന്നൊരു ചതുർഭുജമൂർത്തി ധരി ആശേന വസിയ കൃഷ്ണദേക്കി ഗോപികളെ നിങ്ങളുടെ നാരായണമൂർത്തി സ്തുതി. ഇതേ കൃഷ്ണല്ല നാരായണൻ പറഞ്ഞു അവർ നമോ നാരായണ ദേവ ഹര പ്രസാദ കൃഷ്ണസംഘദേഹമോരാം അല്ലയോ ഭഗവാൻ നാരായണൻ, ഞങ്ങൾ വിനീത പ്രണാമങ്ങൾ സ്വീകരിച്ചാൽ ദയവായി ഞങ്ങളിൽ പ്രസാദിക്കൾക്ക് കൃഷ്ണന്റെ സഹവാസം നൽകുകയും ഞങ്ങൾ വിശ്വാസിക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഗോപിയുടെ ദർശിച്ചിട്ടും സന്തോഷമുണ്ടായില്ല. എങ്കിലും അവർ നാരായണന് പ്രണാമങ്ങൾ അർപ്പിച്ചു. കൃഷ്ണന്റെ സഹവാസം നേടുന്ന അനുഗ്രഹവും യാചിക്കുകയും ചെയ്തു. ഗോപികമാരുടെ അകത്തുള്ളതാണ്. അർപ്പിക്കുകയും ശേഷം അവിടെ പോയി. അപ്പോൾ ശ്രീമതി രാധാറാണി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണ ഭഗവാൻ ധർമ്മഭാവം കൂടുതൽ ഭഗവാൻ തുടർന്നു. രാധാദേവിന്റെ ഹാസിലെ ശ്രീചതുർഭുജമൂർത്തി ചഹയിലെ ലുഖായിലാദ്വൈഭുജ രാധേരാഗ്രതേ ബഹുയജ്ഞവിലാകൃഷ്ണ രാധാറാണി പക്ഷം വന്നപ്പോൾ അധികമുള്ള രണ്ട് കരങ്ങൾ ഭഗവാൻ ഒളിപ്പിക്കേണ്ടി വന്നു. അവളുടെ മുന്നിൽ ചതുർഭുജം പ്രദർശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും അവിടൊന്നും സാധിച്ചില്ല. അപ്പോ രാധാറിന്റെ മുമ്പിൽ ആദ്യം ചതുർഭുജ രൂപം രാധാറാണിക്ക് അധിക നേരം അത് തൊടാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രൂപം കൃഷ്ണേരെ ദിശരൂപത്തിൽ തിരിച്ചു വരാൻ നിർബന്ധിതനായി. അപ്പൊ ഇതാണ് രാധാറാണി തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
രൂപം നാരായണ രൂപം ഒഴിക്കാൻ കഴിയില്ല എന്നുള്ളത്. രാസാരംഭവിതോ നിഖിലാകുഞ്ചിക ഇഷ്ടം ഗോപയിതും ഉദിരതിയാശിക രാധായ മഹിമയസ്യ രക്ഷിതം സശക്യ പ്രഭവിഷ്ണുനാമി രാസനൃത്തം ആരംഭിക്കുന്നതിന് മുടിയായി ഒരു വിനോദം എന്നോണം ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വരികയിൽ വിളിച്ചു പറഞ്ഞു. മാൻമൊഴികളോട് കൂടിയ ഗോന്മാരെത്തിയപ്പോൾ ഭഗവാൻ സ്വയം മറക്കുന്നതിന് തന്റെ പൂർവ്വബുദ്ധിയാൽ ചതുർബാഹുവും സ്വീകരിച്ചു. പക്ഷെ ശ്രീമതി രാധാറാണി വന്നപ്പോൾ കൃഷ്ണൻ അവരുടെ സാന്നിധ്യത്തിൽ തന്റെ നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇതൊന്നും അത്ഭുത മഹിമ. അപ്പൊ ഇത് രൂപഗോസ്വാമി വിജയലാലിൽ ഉള്ള ഉദ്ധരണിയാണ് നമ്മളിപ്പോ വായിച്ചത്. നമ്മൾ മനസ്സിലാക്കാനുള്ള രാധാറാണി കൃഷ്ണൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ആ ഒരു ഭാവത്തിലായിരുന്നു ചൈതന്യ മഹാപ്രഭു പ്രത്യക്ഷപ്പെട്ടത്. ബ്രജേശ്വരനായ നന്ദമഹാരാജ് ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പേര് ജഗന്നാഥ് മിശ്രയുടെയും വിജയശ്രീയായ യശോദ ഇപ്പോൾ മഹാവിന്റെ മാതായ ശ്രീദേവിയുമാണ്. അപ്പോ ജഗന്നാഥ് മിശ്രയെ അല്ലെങ്കിൽ സച്ചിമാതാവിന്റെ പുത്രനായിട്ടാണ് ചൈതന്യ മഹാപ്രഭു ജനിക്കുന്നത്. ശ്രീനന്ദസുതായിഹ ചൈതന്യ ഗോസ്വാമി ശ്രീബലദേവായി നന്ദഗോസൂദൻ ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു സഹോദരൻ ബലരാമൻ ഇപ്പോൾ നിത്യാനന്ദ പ്രഭുവാണ്. വാത്സല്യദാസ്യതഖ്യേദിന ഭാവമയ ജയ നിത്യാനന്ദ കൃഷ്ണ ചൈതന്യ സഹായ. നിത്യാനന്ദ പ്രഭു എല്ലായ്പ്പോഴും വാത്സല്യ ദാസ സഖ്യഭാവങ്ങളിലാണ്. അവിടുന്ന് അപ്രകാരം എല്ലായ്പ്പോഴും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവം എന്തുകൊണ്ടാണ് സന്യാസം സ്വീകരിച്ചത്. അതുപോലെ നിത്യാനന്ദ പ്രഭുവിന്റെ മൂഡ്, അതായത് എപ്പോഴും വാത്സല്യ ദാസ സഖ്യഭാവങ്ങളിലായി. അപ്പൊ അവിടുന്ന് ഇപ്രകാരം എല്ലായ്പ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ സഹായിക്കും, സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രഭുപാദർ പറഞ്ഞു നമ്മളും എപ്പോഴും ദാസ്യ ഭാവത്തിൽ വേണം സേവനം ചെയ്യാൻ. നമ്മൾ അനുകരിക്കാൻ ഗോപിയുടെ മാരുടെ ഭാവമോ അല്ലെങ്കിൽ വാത്സല്യ ഭാവമോ ഒന്നും അനുകരിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒറിജിനല് നമ്മൾ യഥാർത്ഥ പൊസിഷൻ ചിലപ്പോൾ വാത്സല്യമായിരിക്കാം, ചിലപ്പോൾ സഖ്യമായിരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ പ്രഭുപാദർ പറഞ്ഞ അത് തന്നെ നിർദ്ദേശം നമ്മൾ പാലിക്കണം. നിത്യാനന്ദ പ്രഭുവും ആ ഒരു മൂഡിലായിരുന്നു. നിത്യാനന്ദ പ്രഭു ജഗത്തിന്റെ മുഴുവൻ പ്രേമഭക്തിയായി നിറച്ചു. പ്രേമഭക്തി ജഗതേ തണ്ട ചരിത്ര ലോകേന പരേ അവിടുത്തെ വ്യക്തിത്വം പ്രവൃത്തികളും ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അദ്വൈത ആചാര്യ ഗോനി ഭക്താവതാര കൃഷ്ണാവതാരിയ കൊയില ഭക്തിയില പ്രചാര. ശ്രീ അദ്വൈതാചാര്യൻ പ്രഭു അദ്വൈതാചാര്യ ഭക്താവതാരമായി പ്രത്യക്ഷനായി. അവിടുന്ന് കൃഷ്ണന്റെ തുല്യസ്ഥാനാണ്. എന്നാൽ ഇവയിൽ അവിടുന്ന് ഭക്തി സേവനം പ്രചരിപ്പിക്കുന്നതിന് അവതരിച്ചു. സഖ്യദാസ്യ ദ്വൈഭാവം സഹജാതൻഹാര പ്രഭു കരേന തന്റെ ഗുരുഹാര. അവിടുന്ന് സഹജഭാവം എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് മറ്റുള്ള രസങ്ങൾ അനുഭവിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടുന്ന് സഹജഭാവം എല്ലായ്പ്പോഴും സഖ്യവും ദാസ്യവുമായിരുന്നു. എന്നാൽ മഹാബലിപ്പോൾ അവിടുന്ന് തന്റെ ആധ്യാത്മിക ഗുരുവായി പരിഗണിച്ചു. അദ്വൈതാചാര്യൻ ആധ്യാത്മിക ഗുരുവായിട്ടാണ് ചൈതന്യ മഹാപ്രഭു പരിഗണിക്കുന്നത്. കാരണം ചൈതന്യ മഹാപ്രഭു ഗുരുവിൽ നിന്നാണ് അദ്വൈതാചാര്യൻ ദീക്ഷ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കി ഭാവം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. മുതലാണ് അടുത്ത വായിക്കാനുള്ളത്. നമ്മൾ 299 ഇനി തുടർന്ന് ശ്രീവാസദാസ് ഠാക്കൂർ ഗദാധര പണ്ഡിതനെ കുറിച്ച്
ഒക്കെ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ യൗവന ലീലകളിൽ ഉൾപ്പെടുന്നതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഇതില് അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ ഓരോ ലീലകള് ഇങ്ങനെ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മനസ്സിലാക്കിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിർത്താം. ഹരേ കൃഷ്ണ. Pranam Prabhuji, thank you. Hare Krishna. ഹരേ കൃഷ്ണ. Hare Krishna Prabhu, Pranama Prabhu, thank you Prabhu. ഹരേ കൃഷ്ണ. Hare Krishna Prabhu, thank you. എല്ലാവർക്കും എൻ്റെ നിർത്തുകയാണ്. ഹരേ ചൈതന്യ ഈ സൂം ക്ലാസ് ഇത് പോവാനാണ് പാടില്ല. ഇവിടെ ഒരു മറ്റേതൊക്കെ ഒരു ചുമപ്പ് ബട്ടൺ ഉണ്ടാവും, ഇത് അതില്ലല്ല. ഇത് ഇവിടെ നിക്കാൻ ഇത് ഈ ക്ലാസ്സിന്റെ ഇത് കളയണ എങ്ങനെയാ ഇത്? അത് കട്ട് ചെയ്ത് കയറിപ്പോയി. കട്ട് ചെയ്തിട്ടില്ല. ഞാൻ കട്ട് ചെയ്തറില്ല, അവര് കട്ട് ചെയ്തു. ഓക്കെ, പിന്നെന്താ? അല്ല ആ Hare Krishna.